പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ S3 സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിനകത്ത് ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂളിലെ 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ 2 പോർട്ട് നെറ്റ്വർക്കിലെ ഫസ്റ്റ് Z പാരാമീറ്റർ പറയാൻ പോവാ. അതിനു മുന്നേ ആദ്യം പറയാനുള്ളത് എന്താണ് 2 പോർട്ട് എന്ന് പറയണം അല്ലേ. ഇപ്പോൾ 2 പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്. എപ്പോഴും നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുന്നു, അതുപോലെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുകയാണ്. നമ്മൾ എവിടെയാണെങ്കിലും എല്ലാ കേസിലും നമ്മൾ പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ചെയ്തിട്ട് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 2 പോർട്ട് നെറ്റ്വർക്കിനകത്തും നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഇഫ് ദ ഇൻപുട്ട് ടെർമിനൽ സിംഗിൾ പോർട്ട് ആണെങ്കിൽ, ഇൻപുട്ട് ടെർമിനൽ സിംഗിൾ പോർട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടും എന്തായിരിക്കും? സിംഗിൾ പോർട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നെറ്റ്വർക്കുകളെ നമ്മൾ 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയും. മനസ്സിലായോ? ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് സിംഗിൾ പോർട്ടിലാണ് ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് എടുക്കുന്നതും സിംഗിൾ പോർട്ടിലാണെങ്കിൽ നമ്മൾ അതിനെ 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയും. ആൻഡ് 2 പോർട്ട് നെറ്റ്വർക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? 2 പോർട്ട്സ്, 2 ടെർമിനൽസ് നമ്മൾ ഇൻപുട്ട് കൊടുക്കും, കറസ്പോണ്ടിങ് ആയിട്ട് 2 ടെർമിനൽസ് നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. ഇതിനെയാണ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുക. അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോ. എ പെയർ ഓഫ് ടെർമിനൽ വിച്ച് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ മേ എൻ്റർ ഓർ ലീവ് ഇസ് നോൺ ആസ് പോർട്ട്. ഒരു പെയർ ഓഫ് ടെർമിനൽ ഇൻപുട്ട് എൻ്റർ ചെയ്യുകയും ഔട്ട്പുട്ട് ലീവ് ചെയ്യുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റർ ഓർ ലീവ് ചെയ്യുന്ന ടെർമിനൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പോർട്ട് എന്ന് പറയുക. ഇവിടെ നെറ്റ്വർക്ക് ഹാവിങ് ഓൺലി 1 സച്ച് പെയർ ഓഫ് ടെർമിനൽ ആണെങ്കിൽ നമ്മൾ 1 പോർട്ട് എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഒരു സിംഗിൾ ഇൻപുട്ട് ടെർമിനൽ കൊടുത്തിട്ട് സിംഗിൾ ഔട്ട്പുട്ട് നമുക്ക് ടെർമിനലിൽ ഒരു സിംഗിൾ ഔട്ട്പുട്ട് ടെർമിനലാണ് ഉള്ളതെങ്കിൽ അതിനെ 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയും. ലൈക്ക് ദാറ്റ് എന്താണ്? 2 പോർട്ട്സ് ഇൻപുട്ട് ടെർമിനലും ഉണ്ട്, 2 പോർട്ട് ഔട്ട്പുട്ട് ടെർമിനലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയും. ആൻഡ് 2 പോർട്ട് നെറ്റ്വർക്ക്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫിൽറ്റേഴ്സ്, അറ്റുനേറ്റേഴ്സ്, പിന്നെ ഇക്വലൈസർ, ഇതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എന്തിനാണ് മിസ്സേ പഠിക്കുന്നത്? ഇപ്പോൾ പിള്ളേർ പൊതുവേ ഞാൻ സർക്യൂട്ട്സ് എടുക്കുന്ന സമയത്ത് പിള്ളേർ ചോദിക്കും നമ്മൾ എന്തിനാണ് മെഷ് പഠിക്കുന്നത്, നമ്മൾ എന്തിനാണ് നോഡ് പഠിക്കുന്നത്, അതുപോലെ നമ്മൾ എന്തിനാണ് റെസൊണൻസ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് അറിയാഞ്ഞിട്ടാണ്. അപ്പം എല്ലാവർക്കും തന്നെ ഫിൽറ്റർ അറിയാം, ഇക്വലൈസേഴ്സ് അറിയാം അല്ലേ? ഇക്വലൈസർ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇക്വലൈസേഴ്സിൽ, അറ്റുനേറ്റേഴ്സിൽ, ഫിൽറ്റേഴ്സിൽ ഒക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? 2 പോർട്ട് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതും തന്നെ ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് Z പാരാമീറ്റർ, അല്ലെങ്കിൽ 2 പോർട്ട് നെറ്റ്വർക്കിനകത്തുള്ള Z11, Z12, Z21, Z22 പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. അപ്പം നോക്കിക്കോ. 2 പോർട്ട് നെറ്റ്വർക്കിനകത്ത് Z പാരാമീറ്റർ അല്ലെങ്കിൽ ഇംപെഡൻസ് പാരാമീറ്റർ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇംപെഡൻസ് പാരാമീറ്റർ ഞാൻ സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഒരു ലീനിയർ നെറ്റ്വർക്ക്, അതിന് ഇൻപുട്ട് 2 പെയർ ഓഫ് ഇൻപുട്ട് ടെർമിനൽസും പെയർ ഓഫ് ഔട്ട്പുട്ട് ടെർമിനൽസും പ്രൊവൈഡ് ചെയ്തേക്കുന്നു. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് V1 തന്നെയാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് V2 ആണ്. ആൻഡ് ഇക്വേഷൻ റിഗാർഡിംഗ് ദിസ് നെറ്റ്വർക്ക്, ലീനിയർ നെറ്റ്വർക്ക്, V1 is equal to Z പാരാമീറ്റർ അല്ലേ മക്കളെ? നമ്മൾ ഇൻപുട്ട് പോർട്ട് 1ലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെയുള്ള Z പാരാമീറ്റർ Z11, പോർട്ട് 1ലുള്ളത് Z11 ഇൻറ്റു I1. കറണ്ട് അല്ലേ ഈ സർക്യൂട്ടിനകത്ത്? കറണ്ട് അല്ലേ കയറുന്നത്? സിംപ്ലി നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി. വോൾട്ടേജ് നമ്മൾ എപ്പോഴും പഠിക്കും V is equal to IR ആണ്. ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്? V is equal to IR ആണ്. വോൾട്ടേജ് V is equal to IR by Ohm's law, according to Ohm's law. അപ്പം നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസാണ്. നമുക്കിവിടെ റെസിസ്റ്റൻസ് അല്ല, പകരം എന്താ ഉള്ളത്? ഇംപെഡൻസ് ആണ് ഉള്ളത് അല്ലേ? ഇവിടെ ഇംപെഡൻസ് ആണ് ഉള്ളത്. അപ്പം നമ്മുടെ ഇക്വേഷൻ ചേഞ്ചസ് ടു V is equal to ZI or IZI മാറും. ഇനി പോർട്ടിൻ്റെ ടെർമിനൽസ് അസൈൻ ചെയ്യുക. ടെർമിനൽസ് അസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടെർമിനൽ, സെക്കൻഡ് ടെർമിനൽ ആണല്ലോ. അപ്പോൾ V1 is equal to Z11 I1 പ്ലസ് Z1ൽ നിന്ന് 2ലേക്കുള്ള കണക്ഷൻ, ദാറ്റ് ഈസ് Z12. അവിടുത്തെ കറണ്ട് ഏതാ? I2. അപ്പോൾ V1 is equal to Z11 I1 പ്ലസ് Z12 I2. ദെൻ സെക്കൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് V2 ആണേ. V2 ഈസ് ഈക്വൽ ടു എന്താണ്? 2ൽ നിന്ന് 1ലേക്കുള്ള കണക്ഷൻ പറയാ, Z21 I1 പ്ലസ് Z22 I2. സെക്കൻഡിൽ തന്നെ ഉള്ളത് Z22 I2. ഓക്കെ. V is equal to IR എഴുതുന്ന പോലെ റെസിസ്റ്റൻസിന് പകരം ഇംപെഡൻസ് കൊടുക്കുക, ദാറ്റ് ഈസ് V is equal to IZ കൊടുക്കുക. IZ വെച്ചിട്ട് ഫസ്റ്റ് പോർട്ടും സെക്കൻഡ് പോർട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ടെർമിനലും സെക്കൻഡ് ടെർമിനലും റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പറയുക. അപ്പോൾ V1 is equal to Z11 I1 plus Z12 I2 and V2 is equal to
Z21 I1 plus Z22 I2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് തന്നെയുണ്ട് ടെർമിനൽസ് അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് വാല്യൂസ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ എഴുതി കാണിക്കാം. നോക്കിക്കോ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. V1 is equal to Z11 I1 plus Z12 I2 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മളിപ്പോൾ Z11ഉം Z12ഉം കണ്ടുപിടിക്കാൻ പോവാണ്. അതെങ്ങനെ ചെയ്യണേന്നാണ് പറയുന്നത്. Z11 ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേം 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് Z11ഉം Z12ഉം കണ്ടുപിടിക്കാം. അത് ഏത് 0 ആക്കണം? ഇതിൻ്റെ കൂടെ ഉള്ളത് 0 ആക്കണം. ദാറ്റ് മീൻസ് ദ കറണ്ട് 0 ആക്കണം. ഇപ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി കഴിഞ്ഞാൽ നമുക്ക് Z11 കിട്ടും അല്ലേ? അതുപോലെ ഈ ടേം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് Z12 കിട്ടും. അപ്പോൾ ഈ ഇംപിഡൻസ് ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ടേം 0 ആയി കഴിഞ്ഞാൽ ഫുൾ ടേം ടെൻസ് ടു 0 ആയി മാറത്തില്ലേ? മാറുമല്ലോ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കൺസിഡർ ദ കറണ്ട് I2 സെക്കൻഡ് ടെർമിനൽ ടെൻസ് ടു ബി ഓപ്പൺ സർക്യൂട്ടഡ്. ഞാൻ നിങ്ങളോട് തിയറം, തെവെനിൻ തിയറം, നോർട്ടൺ തിയറം എക്സ്പ്ലെയിൻ ചെയ്ത കേസിൽ, സൂപ്പർ പൊസിഷൻ ഈ തിയറംസ് എക്സ്പ്ലെയിൻ ചെയ്ത കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറണ്ട് സർക്യൂട്ടിനെ, കറണ്ട് സോഴ്സിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ടും ചെയ്യുക, വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ടും ചെയ്യുക അല്ലേ? കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള കറണ്ട് സോഴ്സ് I2നെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ I2 ടെൻസ് ടു 0, I2 ടെൻസ് ടു 0 ആയി കഴിഞ്ഞാൽ ദിസ് ടേം കംപ്ലീറ്റ്ലി ടെൻസ് ടു 0. അപ്പോൾ ഇക്വേഷൻ ചേഞ്ചസ് ടു V1 is equal to Z11 I1, ദാറ്റ് ഈസ് Z11 is equal to V1 by I1. ഇതിനെ അറ്റ് I2 is equal to 0 എന്ന് എഴുതാം. കണ്ടോ? Z11 is equal to V1 by I1 at I2 is equal to 0. നമ്മൾ സെക്കൻഡ് കറണ്ടിനെയാണ് അല്ലെങ്കിൽ സെക്കൻഡ് ടെർമിനലിലുള്ള കറണ്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ലൈക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റിന് ചെയ്യാം അല്ലേ? ഓക്കെ, ഇനി ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? V1 is equal to Z11 I1 plus Z12 I2 എന്ന് എഴുതുക. I2 എഴുതി, ഇക്വേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം? I1നെ നമ്മൾ 0 ആക്കണം അല്ലേ? അപ്പോൾ I1 കറണ്ട് 0 ആകുമ്പോഴത്തേനും ദിസ് ടേം ടെൻസ് ടു 0, ദാറ്റ് ഈസ് V1 is equal to Z12 I2 എന്ന് കിട്ടത്തില്ലേ? Z12 I2, that where Z12 is equal to V1 by I2 at I1 is equal to 0. ഇത് സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നുള്ള രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എടുത്തിട്ട് ബാക്കിയുള്ള രണ്ട് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അഗൈൻ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. V2 is equal to Z21 I1 plus Z22 I2 എന്ന് ഇക്വേഷൻ എഴുതി. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. എന്താ ചെയ്യേണ്ടത്? Z21 കണ്ടുപിടിക്കണമെങ്കിൽ അഗൈൻ I2 നമ്മൾ 0 ആക്കുക. ദാറ്റ് മീൻസ് I2 ടെൻസ് ടു ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. I2നെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ I1 കിട്ടും. I2 ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം 0 ആവും. ദാറ്റ് മീൻസ് Z21 V2 is equal to Z21 I1 എന്ന് കിട്ടും. അപ്പോൾ Z21 is equal to V2 by I1 at I2 is equal to 0. കിട്ടിയില്ലേ? അടുത്ത കേസ് എന്ന് പറയുന്നത് ഇതിനെ മാറ്റിയേക്ക് ഞാനൊന്ന് ഇക്വേഷൻ എഴുതുകയാണ്. V2 is equal to Z21 I1 plus Z22 I2. ഇതിൽ I1നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. I1നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ V2 is equal to Z22 I2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് Z22 is equal to V2 by I2 at I1 is equal to 0 അല്ലേ? അറ്റ് I1 is equal to 0. ഇത്രയും ടേംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? Z11 is equal to V1 by I1 at I2 is equal to 0. Z12 is equal to V1 by I2 at I1 is equal to 0. And Z21 is equal to V2 by I1. Z21 is equal to V2 by I1 at I2 is equal to 0. And Z22 is equal to V2 by I2 at I1 is equal to 0. നിങ്ങൾ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞാനിപ്പോൾ കാണിച്ചു തരാം. Z11 നമ്മുടെ ഓംസ് ലോ നമ്മൾ പറയുമ്പം V is equal to IR എന്ന് പറഞ്ഞാൽ R is equal to നമ്മൾ V by I എന്ന് പറയത്തില്ലേ അല്ലേ? അതുപോലെയല്ലേ ഇവിടെ Z എന്ന് പറയുന്നത് V by I ആണ്. ഇനി നമ്പർ ഏത് വരും? 1 എടുക്കണോ? ഫസ്റ്റ് ടെർമിനലാണോ? ഫസ്റ്റ് പോർട്ടാണോ? സെക്കൻഡ് പോർട്ടാണോ എടുക്കാനുള്ളതെന്ന് അറിയാൻ Z11 വന്നാൽ V1 by I1. ഫസ്റ്റിൻ്റെ നമ്പർ ഫസ്റ്റ് പോർട്ടിൻ്റെ, സെക്കൻഡിൻ്റെ സെക്കൻഡ് നമ്പർ. കണ്ടോ? Z11 is equal to V1 by I1. കണ്ടോ? അടുത്ത് Z12 എന്ന് പറയുമ്പം V വോൾട്ടേജ് 1ഉം കറണ്ട് 2ഉം. അപ്പോൾ Z12 is equal to V1 by I2. ഓക്കെ, I2 ഇവിടെ വന്നാൽ I1 0, ഇവിടെ I1 വന്നാൽ ഇവിടെ I2 0. അതത്രയല്ലേ ഉള്ളൂ, സിമ്പിളായ കാര്യമല്ലേ?
അടുത്ത് നോക്കിക്കോ, Z21 ആകുമ്പോൾ ഏതാ V2/I1, E2/I1 at I2 is equal to 0. Again Z22 V2/I2 at I1 is equal to 0. മനസ്സിലായോ? ഇതാണ് ടു പോർട്ട് നെറ്റ്വർക്ക് ഇക്വേഷൻ. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നത് അടുത്ത വീഡിയോയിലോട്ടനെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ടു പോർട്ടിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞത് അല്ലെ ടു പോർട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ എഴുതിയിട്ടേക്കാം. അർച്ചനാസ് അക്കാഡമി @gmail.com ഒരു മെയിൽ ID ഉണ്ട്. ഈ മെയിൽ IDയിലേക്ക് നിങ്ങൾ ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻ എഴുതി അയക്കോ. എന്ത് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ആൻസർ തരുന്നതാണ്. കമൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ താങ്ക് യു.